Hi friends, welcome back to my channel Physica class. Plus 1 ഫിസിക്സിലെ യൂണിറ്റ് 2 യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള യൂണിറ്റാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ അവസാന ഭാഗം വീഡിയോ ആണിത്. പാർട്ട് 6 ഡയമെൻഷണൽ അനാലിസിസ്. ഈ വീഡിയോയോട് കൂടി നമ്മൾ യൂണിറ്റ് 2 കംപ്ലീറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞാൽ ഈ യൂണിറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷൻ നമ്മൾ 2-3 വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. എന്തുകൊണ്ടാണ് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നതിന് മുമ്പ്, ഈ ഡെഫിനേഷൻ വായിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് കാര്യമെന്നൊന്ന് പറയാം. ഇപ്പോൾ നമ്മൾ പഠിച്ച കുറച്ച് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഒക്കെ ഉണ്ട്. ഏതൊക്കെയായിരുന്നു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്? മാസ്, ലെങ്ത്ത്, ടൈം. ശരിയല്ലേ? ഇത്രയും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ മാസിനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് പറയും. മാസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നതാണ് ഈ എഴുതിയിരിക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എങ്ങനെ എഴുതുക? ലെങ്ത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എൽ എന്ന ക്യാപിറ്റൽ ലെറ്ററിലാണ്. സോ അതിൻ്റെ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുന്നതാണ് ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ ടൈമിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ടീനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസാണ് എം, എൽ, ടി എന്നിവയെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുന്നത്. ഓക്കെ, ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ പറയുന്നത്. അപ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഡയമെൻഷൻ എന്ന് പറയുന്നത് മാസിൻ്റെയും ലെങ്ത്തിൻ്റെയും ടൈമിൻ്റെയാണ്. ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് ഏതൊക്കെയാണ് എന്ന് എഴുതാം. കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് അറിയുന്നതാണ് എന്ത്? ഏരിയ എന്ന് പറയുന്നത്. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ, എൽ ഇൻറ്റു ബി. ഈ ലെങ്ത്ത് എന്ന് പറയുന്നതിൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്താണ്? ഡയമെൻഷൻ എന്താണ് ലെങ്ത്തിൻ്റെ? എല്ലാണ് അല്ലേ, സ്ക്വയർ ബ്രാക്കറ്റ് എല്ല്. ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോഴോ, ബ്രെഡ്ത്തിൻ്റെയും എന്ത് തന്നെയാണ്? ലെങ്ത്തിൽ തന്നെയാണ് നമ്മൾ പറയുക അല്ലേ. അതൊരു ലെങ്ത്തിൻ്റെ വേറൊരു ഫോമാണ്. സോ അതിനെ നമുക്ക് ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ഏരിയ എന്ന് പറയുന്നതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല, ഏരിയ എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എല്ലിൻ്റെ സ്ക്വയറാണ്. ശരിയാണോ? 2 എല്ല് വന്നു അല്ലേ. എൽ ഇൻറ്റു എൽ എന്ന് പറയുമ്പോൾ എൽ സ്ക്വയർ. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, ഏരിയ എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൽ സ്ക്വയർ ആണ്. സ്ക്വയർ ബ്രാക്കറ്റിൽ എൽ സ്ക്വയർ എഴുതുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, വോളിയം. വോളിയം എന്നതിൻ്റെ ഡയമെൻഷൻ ഫോർമുല, ഡയമെൻഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. വോളിയം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വോളിയം കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇത് രണ്ടും എന്താണ്? ഇത് 3 ഏതിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്? ലെങ്ത്തിൻ്റെ. സോ നമുക്ക് വോളിയം എന്നുള്ളതിൻ്റെ ഡയമെൻഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എൽ ഇൻറ്റു എൽ എന്ന് പറയുന്നത് എന്താണ്? എൽ ക്യൂബാണ്. ഇതിൻ്റെ ആൻസർ എന്ത് വന്നു? എൽ ക്യൂബാണ് അല്ലേ, എൽ ക്യൂബാണ്. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? എൽ ക്യൂബാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വോളിയത്തിൻ്റെ ഡയമെൻഷൻ കിട്ടി, എൽ ക്യൂബ്. ഏരിയയുടെ ഡയമെൻഷൻ എന്താണ്? എൽ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് വർക്കിൻ്റെ ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, വർക്കിൻ്റെ ഇക്വേഷൻ എന്താണെന്നറിയോ? ഫോഴ്സ് ഇൻറ്റു
ഡിസ്പ്ലേസ്മെൻറ്റ് എഫ് ഡി. വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സിനെ നമുക്ക് പിന്നെയും മാറ്റി എഴുതണം. ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണോ? അല്ല, അതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ ടേംസിലേക്ക് നമ്മൾ മാറ്റി എഴുതണം. ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ എം എ ഇൻറ്റു ഡിസ്റ്റൻസ് ഡി. അപ്പോൾ ഈ മാസ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്. പക്ഷേ ഈ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണോ? അല്ല. അപ്പോൾ അതിന് നമ്മൾ വീണ്ടും മാറ്റി എഴുതണം. മാസ് ഇൻറ്റു വെലോസിറ്റി ബൈ ടൈമാണ് എന്ത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഡി. ഇനി ഈ വെലോസിറ്റി എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണോ? അല്ല. അതിന് നമുക്ക് പിന്നെയും മാറ്റി എഴുതാം. മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടി ഇൻറ്റു ടി ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എന്ന് എഴുതാം. ഇനി ഇതിൻ്റെ ഇപ്പം നോക്കി നോക്കൂ. വർക്ക് ഡബ്ല്യു എന്ന് പറയുന്നത് മാസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്. എക്സ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്. ടൈം ടി ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഇതെല്ലാം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ ടൈംസിലാക്കിയിട്ട് എഴുതി കഴിഞ്ഞു. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡയമെൻഷൻ ഫോർമുല നമുക്കൊന്ന് എഴുതിക്കൂടെ? വർക്കിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിക്കൂടെ? വർക്ക് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. മാസിൻ്റെ ഡയമെൻഷൻ എന്താണ്? എം റേസ് ടു 1. ശരിയല്ലേ? എക്സ് എന്ന് പറയുന്നതിൻ്റെ എക്സ് അളക്കുന്നത് ഏതിലാണ്? ലെങ്ത്ത്. അപ്പോൾ അതിൻ്റെ എൽ റേസ് ടു 1 ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു ടി ഉണ്ട്. ദാറ്റ് മീൻസ് ടി സ്ക്വയർ അല്ലേ. ടൈമിൻ്റെ ഡയമെൻഷൻ എന്താണ്? ടി ആണ്. ക്യാപിറ്റൽ ലെറ്റർ ടി ആണ്. അപ്പോൾ അത് മുകളിലേക്ക് എഴുതുമ്പോൾ എന്ത് വരും? ടി റേസ് ടു -2 എന്ന് വരും. ഇൻറ്റു എന്ത് വരും? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ലെങ്ത്ത് എൽ റേസ് ടു 1 വരും. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നതും ലെങ്ത്തിൽ തന്നെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എൽ റേസ് ടു 1 വരും. അപ്പോൾ നമുക്കിതൊന്ന് കൂട്ടി എഴുതിക്കൂടെ? ഇവിടെ എം ഉണ്ട്. എൽ എത്ര തവണ വന്നിട്ടുണ്ട്? എൽ റേസ് ടു 1 ഉണ്ട്, എൽ റേസ് ടു 1 ഉണ്ട്. അപ്പോൾ എൽ സ്ക്വയർ ആയില്ലേ. എൽ റേസ് ടു 2 ആയി. പിന്നെ ടി റേസ് ടു -2. സോ നമുക്ക് എന്ത് എഴുതാം? വർക്കിൻ്റെ ഡയമെൻഷൻ, വർക്ക് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എം റേസ് ടു 1, എൽ റേസ് ടു 2, ടി റേസ് ടു -2 എന്ന് വരും. ശരിയാണല്ലോ? ഓക്കെ. വർക്കിൻ്റെ ഡയമെൻഷൻ, വർക്ക് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് സ്ക്വയർ ബ്രാക്കറ്റിൽ എം റേസ് ടു 1, എൽ റേസ് ടു 2, ടി റേസ് ടു -2 ആണ്. ഇതേപോലെ നമുക്ക് ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഡയമെൻഷൻ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ. ഇവിടെ നമ്മൾ ചെയ്തു വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിലേക്ക്, ഫോഴ്സ് എന്ന് വെച്ചാൽ മാസിൻ്റെ ആക്സിലറേഷൻ ആണ്. പിന്നെ ആക്സിലറേഷനെ മാറ്റി എഴുതി, വെലോസിറ്റീനെ മാറ്റി എഴുതി. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് നേരിട്ട് നമുക്ക് എഴുതാം. ഈ പറയുന്ന ഡയമെൻഷൻ ഫോർമുലയിലേക്ക് എത്താം. എങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമുക്ക് കാണാതെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കത് ഡയറക്റ്റ് എഴുതി കൊടുത്തിട്ട് ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ അറിയാം. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ചില ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് നമുക്ക് ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇവിടെ നിങ്ങൾ നോക്കി നോക്കിയേ. ഇവിടെ ഈ ചിത്രത്തിൽ ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അവരുടെ ഡയമെൻഷൻ ഫോർമുലയും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കണമെന്നൊന്നും പറയുന്നില്ല, പക്ഷെ ബേസിക് ആയിട്ടുള്ളത് പഠിച്ചു വയ്ക്കാം. ഇപ്പോൾ നോക്കി നോക്കുക, ഏരിയ, വോളിയം, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, വർക്ക്, ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന കാര്യങ്ങളാണല്ലോ. ഡെൻസിറ്റി. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളുടെ ഡയമെൻഷൻസ് അല്ലെങ്കിൽ അതുപോലത്തെ ഇക്വേഷൻ വെച്ചിട്ട് ഡയമെൻഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും. അല്ല അതൊന്നും നമുക്ക് പറ്റില്ല. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിറൈവ് ചെയ്ത് ഡയമെൻഷനിലേക്ക് എത്താം. ഇപ്പോൾ ഈ വർക്കിൻ്റെ കേസിൽ നമ്മൾ ചെയ്ത പോലെ. ഓക്കെ, ഇനിയിപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇത് പറഞ്ഞ പോലെ ഏരിയ, വോളിയം, ഡെൻസിറ്റി, വർക്ക്, ഫോഴ്സ്, അതുപോലത്തെ ഈ ഡയമെൻഷൻസൊക്കെ ബേസിക് ആയിട്ടുള്ളത് നമുക്ക് ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഡയമെൻഷൻസ് ഓരോന്നിന് കണ്ടുപിടിക്കേണ്ടതെന്ന്
കണ്ടല്ലോ. ഇനി നമുക്ക് ഡെഫിനേഷനിലേക്ക് വരാം. ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ ദി പവേഴ്സ് ടു വിച്ച് ദി ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ റേസ്ഡ് ടു റെപ്രസെൻറ്റ് ദാറ്റ് ക്വാണ്ടിറ്റി. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഏരിയ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വർക്ക് ആയിക്കൊള്ളട്ടെ, വോളിയം ആയിക്കൊള്ളട്ടെ, എന്തോ ആയിക്കൊള്ളട്ടെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ പവറായിട്ട് എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ബേസിക് ആയിട്ട് എടുത്തത്? മാസ്, ലെങ്ത്ത്, ടൈം. ഇതന്നെയാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരുവിധം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഒക്കെ നമുക്ക് ഡയമെൻഷൻ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. എം, എൽ, ടി ഇതിൻ്റെ ടേംസിൽ, ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ടേംസിൽ പവർ വെച്ചിട്ട് നമ്മൾ എഴുതുന്നതാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡയമെൻഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വർക്കിൻ്റെ കേസിൽ നമ്മളിത് കണ്ടുപിടിച്ചല്ലോ, m⁻⁴, l⁻², t⁻⁻² എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡയമെൻഷണൽ ഫോർമുല ആൻഡ് ഡയമെൻഷണൽ ഇക്വേഷൻ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം. ഇത് ഡെഫിനിഷനായിട്ട് പഠിച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ടേംസ് കേൾക്കുമ്പോൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രം പറയാണ്. ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്, ഇപ്പോൾ വർക്കിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വർക്കിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? m⁻⁴, l⁻², t⁻⁻² ആണ് വർക്കിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. അപ്പോൾ അങ്ങനെ എഴുതുന്നതാണ് ഒരു ഡയമെൻഷണൽ ഫോർമുല. അപ്പോൾ എന്താണ് ഒരു ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, വർക്ക് ഇങ്ങനെ എഴുതുക. ഇക്വേഷൻ്റെ ഫോമിൽ നമ്മൾ രണ്ട് സൈഡും ഇക്വേറ്റ് ചെയ്തിട്ട് എഴുതുന്നതാണ് ഡയമെൻഷണൽ ഇക്വേഷൻ. വർക്കിൻ്റെ ഡയമെൻഷൻ ഫോർമുല, വർക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു m⁻⁴, l⁻² t⁻⁻² എന്ന് പറയുന്നതാണ് എന്ത്? ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇക്വേറ്റ് ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ അതിന് നമുക്ക് ഡയമെൻഷൻ ഇക്വേഷൻ എന്ന് വിളിക്കാം. വെറുതെ വർക്കിൻ്റെ ഡയമെൻഷൻ ഫോർമുല കണ്ടിട്ട് ഇത് മാത്രം എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് ഡയമെൻഷൻ ഫോർമുല എന്നും വിളിക്കാം. അപ്പോൾ ആ രണ്ട് ടേം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇപ്പോൾ ഡയമെൻഷൻ എന്താണെന്ന് ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക. ബാക്കി ഇക്വേഷൻ വെച്ചിട്ട് ഈ പറഞ്ഞ മാതിരി ഡിറൈവ് ചെയ്ത് കൊണ്ടുവരേണ്ടതായിരിക്കും നല്ലത് കേട്ടോ. ഈ ഒരു കാര്യം നമുക്ക് പല എക്സാമിനും ചോദിക്കുന്നതാണ്. വൺ വേർഡ് എൻട്രൻസ് എക്സാമിനാണെങ്കിൽ മറ്റേതിനൊക്കെ ആണെങ്കിലും ഒക്കെ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ സെയിം ഡയമെൻഷൻ ഫോർമുലയോ സെയിം ഡയമെൻഷൻ ഇക്വേഷനോ വരും. ഇപ്പോൾ നോക്കി നോക്കാം നമുക്ക്. മൊമെൻറ്റത്തിൻ്റെയും ഇമ്പൾസിൻ്റെയും കേസിൽ എന്താണ് ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്? m⁻⁴, l⁻² t⁻⁻1 ആണ്. അത് മൊമെൻറ്റത്തിൻ്റെ കേസിലാണെങ്കിൽ ഇമ്പൾസിൻ്റെ കേസിലാണെങ്കിൽ സെയിം ആണെന്ന്. നമ്മളിപ്പോൾ ഇവിടെ നോക്കി നോക്ക്, വർക്ക് കണ്ടുപിടിച്ചു അല്ലേ? വർക്കിൻ്റെ നമ്മൾ പറഞ്ഞു m⁻⁴, l⁻², t⁻⁻2 ആണ്. അത് വർക്കിൻ്റെ കേസിൽ മാത്രമല്ല, എനർജി, മൊമെൻ്റ് ഓഫ് ഫോഴ്സ്, ടോർക്ക്, കപ്പിൾ ഇതിൻ്റെ ഒക്കെ എന്താണ്? ഇത്രയും ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ ഫോർമുല സെയിം ആണെന്നർത്ഥം. അതേപോലെ ഈ പറഞ്ഞ കേസിൽ മുഴുവൻ എന്താണ്? ഡയമെൻഷൻ ഫോർമുല ഈക്വലായിട്ട് വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസാണ്. ഇപ്പോൾ ആംഗുലർ മൊമെൻറ്റത്തിന് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് സെയിം ആണ്. ഫ്രീക്വൻസി ആംഗിൾ, വെലോസിറ്റി ഗ്രേഡിയൻറ്റ് സെയിം ആണ്. സെയിം ഡയമെൻഷൻ ഫോർമുലയാണ്. അപ്പോൾ ഈ ഒരു ടേബിൾ ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരും. താഴെ തന്നിരിക്കുന്നതിൽ ഏതിലൊക്കെയാണ് ഡയമെൻഷൻ ഫോർമുല സെയിം ആയിട്ട് വരുന്നത്? ഓപ്ഷൻസും കൊടുക്കും. മൊമെൻറ്റം, ഇമ്പൾസ്, വർക്ക്, ഫ്രീക്വൻസി, പ്രഷർ, ഫോഴ്സ് അങ്ങനെയൊക്കെ കൊടുക്കും. അപ്പോൾ ഇതിലേതിലൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ടേബിൾ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഡയമെൻഷൻ എന്താണ് എന്നുള്ളത് പറഞ്ഞു. ഞാൻ അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് പറയാം. മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എഴുതിക്കൊണ്ട് നമുക്കൊരു റിലേഷൻ തന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് എ ഗിവൻ റിലേഷൻ. അപ്പോൾ ഒരു റിലേഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണോ, ആ ഇക്വേഷൻ കറക്റ്റ് ആണോ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ v = u + at എന്നുള്ളത് നമ്മൾ ന്യൂട്ടൺസിൻ്റെ ലോസ് ഓഫ് മോഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്നുള്ളത്, ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? v എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനും u എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനും അടുത്ത ടേം എന്താണ്? at.
80 എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനും ഈക്വൽ ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഒരു റിലേഷൻ ഡയമെൻഷനിൽ കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ നമ്മളതിൽ ഓരോ ടേം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എ ഇൻറ്റു ടി ആണ്. എനെ സെപ്പറേറ്റ് ടീനെ സെപ്പറേറ്റ് എന്നല്ല. എ ഇൻറ്റു ടി എന്ന് പറയുന്നത് ഒരു ടേമാണ്, യു എന്ന് പറയുന്നത് വേറെ ടേമാണ്, ബി എന്ന് പറയുന്നത് വേറെ ടേമാണ്, അങ്ങനെ കേട്ടോ. അപ്പോൾ അത് ഈ മൂന്ന് ടേമിൻ്റെയും ഡയമെൻഷൻ ഈക്വൽ ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഓരോന്നിൻ്റെയും ഡയമെൻഷൻ സെപ്പറേറ്റ് കാണാം. ബി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി അല്ലേ? ഫൈനൽ വെലോസിറ്റിയാണ് വി എന്ന് പറയുന്നത്. വെലോസിറ്റിയുടെ ഡയമെൻഷനൽ എന്താണെന്ന് നോക്കാം. അതൊക്കെ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, വെലോസിറ്റിയുടെ ഒക്കെ നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചിരിക്കേണ്ട സാധനങ്ങളാണ് കേട്ടോ. വെലോസിറ്റിയുടെ നമുക്ക് എന്താണെന്ന് നോക്കാം. ലെങ്ത് ഇൻറ്റു T⁻⁻1 ആണ് വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഇക്വേഷൻ. അത് പറയുന്നതിന് മുമ്പ് നമ്മൾ ബേസിക്കായിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് ഡയമെൻഷണൽ ഫോർമുലകൾ ഏതൊക്കെയാണ് നമുക്കിവിടെ പരിചയപ്പെടാം. ഇപ്പോൾ ഏരിയയുടെ എന്താണ്? m⁻⁴ L⁻², T⁻⁴. വോളിയം m⁻⁴ L⁻3, T⁻⁴. ആക്സിലറേഷൻ m⁻⁴ L⁻1, T⁻⁻1. അതേപോലെ തന്നെ ഫോഴ്സ് m⁻1 L⁻1, T⁻⁻2. വർക്ക് m⁻1 L⁻2, T⁻⁻2. എനർജി m⁻1 L⁻2, T⁻⁻2. സ്പീഡ് തന്നെയാണ് നമ്മളുടെ വെലോസിറ്റിക്കും സ്പീഡിനും സെയിം ഡയമെൻഷനൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്പീഡ് എന്താണ്? m⁻⁴ L⁻1, T⁻⁻1 വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും ബൈ ഹാർട്ട് ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ വെലോസിറ്റിയുടെ എന്തായിരുന്നു? m⁻⁴ L⁻1, T⁻⁻1. അപ്പോൾ m⁻⁴ ആയതുകൊണ്ട് നമ്മളത് എഴുതണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഇവിടെ L⁻⁻1 എഴുതിയത്. L എഴുതുമ്പോൾ അവിടെ എന്താ അർത്ഥം? ഇവിടെ 1 ഉണ്ട് എന്നാണ് കേട്ടോ അർത്ഥം. L⁻1 ഉണ്ട് എന്നാണ് അർത്ഥം. ഞാൻ അതേപോലെ യുവിൻ്റെ എഴുതാം. യു എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇനിഷ്യൽ വെലോസിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇതിന് ഈക്വൽ അല്ലേ? L⁻⁻ തന്നെയല്ലേ? ബി എന്ന് വെച്ചാൽ ഫൈനൽ വെലോസിറ്റിയും യു എന്ന് വെച്ചാൽ ഇനിഷ്യൽ വെലോസിറ്റിയാണ്. ഇനി അടുത്തത് 80യുടെ ഡയമെൻഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിന് മുന്നേ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എന്തായിരുന്നു? ആക്സിലറേഷൻ്റെ L⁻1, T⁻⁻2. സോ L⁻1, T⁻⁻2 ഇൻറ്റു എന്ത് വന്നു? ടൈമിൻ്റെ ഒരു ഡയമെൻഷൻ കൂടെ വന്നു, T⁻1 വന്നു. ഇനി നമുക്കിത് രണ്ടും കൂടി ഒരുമിച്ച് എഴുതുമ്പോൾ L⁻1 T⁻⁻2ഉം T⁻1ഉം ചെയ്യുമ്പോൾ എന്ത് വരും? -2 + 1 വരും അല്ലേ? അപ്പം -2 + 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? -1 ആണ് വരിക. സോ L⁻1 T⁻⁻1 ആണ് 80 എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഇത് മൂന്നെണ്ണം ഈക്വലായിട്ട് വന്നു എന്നൊന്ന് നോക്കിയേ. വിയുടെ L⁻1, യുടെ L⁻1, 80 ചെയ്ത് വന്നപ്പോഴും L⁻1. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ VU80 എന്ന് പറഞ്ഞാൽ മൂന്ന് ടേമിൻ്റെയും ഡയമെൻഷൻ ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പറയാം. അതേപോലെ വേറൊരു ഇക്വേഷനൂടെ ചെയ്ത് കാണിക്കാം. S = UT + ½ AT². ഇതും നിങ്ങൾ കേട്ട് പരിചയമുള്ള ഇക്വേഷൻ തന്നെയാണ്. ഇക്വേഷൻസ് ഓഫ് മോഷനിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതും കറക്റ്റാണോ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? S എന്ന് പറഞ്ഞതിൻ്റെ ഡയമെൻഷനും UT എന്ന് പറഞ്ഞ ടൈമിൻ്റെ ഡയമെൻഷനും AT² എന്ന് പറഞ്ഞതിൻ്റെ ഡയമെൻഷനും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈ മൂന്ന് ടേമിൻ്റെയും ഡയമെൻഷൻ ഈക്വൽ ആയിട്ട് വന്നാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും എന്ന് പറഞ്ഞേ? ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും.
അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം എന്തുകൊണ്ട് അവിടെ ഹാഫ് എടുക്കാതിരുന്നത്. ഇവിടെ ഒരു 1/2 ഉണ്ടായിരുന്നല്ലോ, എന്താ ഞാനിവിടെ എഴുതാതിരുന്നത്. 1/2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണല്ലേ. കോൺസ്റ്റൻറ്റിന് എന്തില്ല, ഡയമെൻഷൻ ഇല്ല. അപ്പോൾ നമ്മളതിവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എസ് എടുക്കാം. എസ് എന്ന് വെച്ചാൽ എന്താണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതിൽ നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഏതാണ്, അതിൻ്റെ ഡയമെൻഷൻ ഏതാണ്, L. ഇനി അടുത്തത് യു ടി എന്ന് വെച്ചാൽ യു എന്ന് വെച്ചാൽ എന്താണ്, ഇനിഷ്യൽ വെലോസിറ്റിയും ഇൻറ്റു ടൈം. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ L(t⁻⁻1) ഇൻറ്റു t⁻1 ആണ് ഇത് യു ടി എന്ന് പറയുമ്പോൾ. സോ എന്ത് വരും, t⁻⁻1ഉം t⁻1ഉം ക്യാൻസൽ ആയി പോകും അല്ലേ. -1 + 1 0 വരും. സോ എല്ലിൽ തന്നെ അവസാനിക്കും. ഇനി അടുത്തത് AT² ആണ്. AT² ഒന്ന് നോക്കി നോക്കിയേ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, L(1)ഉം t⁻2 വരും ഇൻറ്റു t² വരും, ശരിയല്ലേ. അപ്പോൾ ഇൻറ്റു t² വരുമ്പോൾ എന്താണ്, ഈ t⁻2ഉം t⁻2ഉം ക്യാൻസൽ ആയി പോകും. പിന്നെ അഗെയിൻ എന്ത് തന്നെ വന്നു, L തന്നെ വന്നു ഇല്ലേ, എന്ത് തന്നെ വന്നു, L തന്നെ വന്നു. അപ്പോൾ ഈ 3 കേസിൽ നോക്കി നോക്കിയാൽ നിങ്ങൾ ഡയമെൻഷൻ 3 എണ്ണത്തിൻ്റെയും ഈക്വലായിട്ട് വന്നതുകൊണ്ട് ഈ ഇക്വേഷൻ നമുക്ക് ഡയമെൻഷനിൽ കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് ഡയമെൻഷൻ അനാലിസിസിൻ്റെ ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഗീവൺ റിലേഷൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വേരിയസ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷന് നമുക്ക് ഡിറൈവ് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസുകൾ തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലൊരു എക്സാമ്പിൾ നമ്മൾ ചെയ്ത് കാണിക്കാം. സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസ്. സിമ്പിൾ പെൻഡുലത്തിൻ്റെ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൊരു എക്സ്പ്രഷനാണ്, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അത് നമുക്കൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് മാസ് ഓഫ് ദി ബോബ് m, ലെങ്ത് ഓഫ് ദി പെൻഡുലം L, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G, ആംഗിൾ ഓഫ് സ്വിംഗ് ഓഫ് ദി പെൻഡുലം θ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, T ഈസ് പ്രൊപ്പോർഷണൽ ടു m⁻⁴. അതായത് ഇവിടെ എന്ന് എഴുതാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയുടെ പവർ നമുക്ക് എന്താണെന്ന് അറിയില്ല, 1 ആണോ 2 ആണോ ഹാഫ് ആണോ എന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മളവിടെ അങ്ങനെ എഴുതുന്നത് കേട്ടോ. അപ്പോൾ m⁻⁴, L⁻⁵, G⁻⁶, θ⁻D എന്ന് എഴുതി. ഓക്കെ. അപ്പോൾ അവയുടെ പവറുകൾ നമ്മൾ A ആയി B ആയും C ആയും D ആയിട്ടൊക്കെ എടുക്കുന്നു. ഇതിൽ ഈ θ എന്ന് പറയുന്ന θ⁻D ഉണ്ടല്ലോ, അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ θ എന്ന് പറയുന്നത് ഒരു ആംഗിളാണ്, അത് ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതിനെ നമുക്ക് എടുക്കണ്ട. കാരണം നമ്മളിവിടെ ഡയമെൻഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിനെ നമ്മളിവിടെ ഡിറൈവ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് θ എന്ന് പറയുന്നത് നമ്മളിവിടെ അവോയ്ഡ് ചെയ്യുന്നു. θ⁻D എന്നുള്ള ടൈമിനെ അവോയ്ഡ് ചെയ്യുന്നു. ബാക്കിയുള്ളത് എഴുതുമ്പോൾ ഇവിടെ T ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്നാണ്. ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുമ്പോൾ നമുക്കൊരു കോൺസ്റ്റൻറ്റ് കിട്ടും. അത് ഇതിൽ നിന്നല്ല കേട്ടോ, നമ്മളൊക്കെ ഇതിൽ എഴുതും. നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുമ്പോൾ നമ്മളെപ്പോഴും എന്ത് എഴുതും, ഒരു കോൺസ്റ്റൻ്റ് എഴുതും. ആ കോൺസ്റ്റൻ്റ് ആണ് K എന്ന് പറയുന്നത്. m⁻⁴, L⁻⁵, G⁻⁶ എന്ന് എഴുതി. ഓക്കെ. ഇതിൽ ഈ K എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിന് എന്തില്ല, ഡയമെൻഷൻ ഇല്ല. സോ അത് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് ഈ Kനെ അവോയ്ഡ് ചെയ്യാം. ബാക്കിയുള്ള ടൈംസ് മാത്രമാണ് നമ്മളിതിന് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഏതൊക്കെയാണ്, Tയും m⁻⁴, L⁻⁵, G⁻⁶. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഡയമെൻഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഡിറൈവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈക്വൽ ആണ്, ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാമെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു സൈഡിലെ ഡയമെൻഷനും ഈ ബാക്കി എല്ലാ ടൈംസിൻ്റെ ഡയമെൻഷനും ഈക്വൽ ആയിട്ട് വരണം എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാമെന്നുണ്ടെങ്കിൽ ഇത് വാലിഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഒരു രണ്ട് സൈഡിലുമുള്ള ഡയമെൻഷൻസ് ഈക്വൽ ആയിട്ട് വരണമെന്നാണ്. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും ഡയമെൻഷൻസ് നമുക്കൊന്ന് എഴുതാം. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, T ഈസ് ഈക്വൽ ടു, നമ്മൾ K എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നില്ല, ബാക്കിയുള്ളത് കൺസിഡർ ചെയ്യുമ്പോൾ m⁻⁴, L⁻⁵, G⁻⁶. അതിൻ്റെ ഡയമെൻഷൻ ഒന്ന് എഴുതി നോക്കിയാലോ. ടിയുടെ ഡയമെൻഷൻ എന്താണ്, T തന്നെ അല്ലേ, ടൈം പീരീഡ് T. ഇനി എമ്മിൻ്റെ ഡയമെൻഷൻ എന്താണ്, m⁻⁴. എല്ലിൻ്റെയോ ക്യാപിറ്റൽ ലെറ്ററിൽ L⁻⁵. G എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ദാറ്റ് മീൻസ് ആക്സിലറേഷൻ്റെ എന്താണ്, L⁻⁻², L⁻⁻²⁻²c. ഇനി ഇതിനെ നമുക്കൊന്ന് ഒരുമിച്ച് എഴുതാം. m⁻⁴, L⁻⁵, ഇവിടെ എന്ത് വരും, L⁻⁶, T⁻⁻2c എന്നും വരും. ഓക്കെ.
അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ 2 L വന്നു അല്ലേ, അതും കൂടി ഒന്ന് ഒരുമിച്ച് എഴുതി നോക്കിയേ. m⁴a l⁴b പ്ലസ് നെക്സ്റ്റ് പേജിൽ എഴുതാം. ഓക്കെ, ഇവിടെ എന്ത് വരുന്നു എന്ന് പറഞ്ഞേ നിങ്ങൾ. m⁴a l⁴ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ l⁴b പ്ലസ് c വരും. t⁻²c വരും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിൽ എഴുതാം. t that is equal to m⁴a l⁴b plus c t⁻² എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ്റെ 2 സൈഡുകളും ഇക്വേറ്റ് ചെയ്യലാണ് നമ്മുടെ പണി. അപ്പോൾ ഇവിടെ t⁻1 മാത്രമേ ഇവിടെ ഉള്ളൂ. അതിനർത്ഥം എന്താണ്? m⁴0 ആണെന്ന് അർത്ഥം അല്ലേ. അവിടെ എമ്മിൻ്റെ ടൈം ഇല്ല. L ഇല്ല, l⁴0 ആണെന്നർത്ഥം. t ഉണ്ടോ? t⁻1 ആണെന്നർത്ഥം. അത് ഈക്വൽ ടു, അപ്പം നമുക്ക് ഈ t എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതിയോണ്ട് കുഴപ്പമില്ലല്ലോ. എമ്മിൻ്റെ ടൈം എല്ലിൻ്റെ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ t എന്ന് എഴുതിയത്. അപ്പോൾ m⁴0 l⁴0 t⁻1. ബാക്കിയുള്ളത് എഴുതുമ്പോൾ m⁴a l⁴b പ്ലസ് c t⁻²c വരും. ഇത് നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ഈ എമ്മിൻ്റെ പവറുകൾ തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. m⁴0 ആണ്, ഇവിടെ m⁴a ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? a = 0 ആണ്. ഇവിടെ എന്താണ്? b പ്ലസ് c എന്ന് പറയുന്നതും ഇവിടെ 0 ആണ് അല്ലേ. എല്ലിൻ്റെ പവർ ഇവിടെ b പ്ലസ് c ആണ്, ഇവിടെ എല്ലിൻ്റെ പവർ 0 ആണ്. അപ്പോൾ അത് തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. b പ്ലസ് c = 0 ആണ്. ഇവിടെ എന്താണ്? ടിയുടെ പവർ എന്താണ്? -2c ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ എന്ത് വരും? -2c = 1 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ, സിയുടെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. എയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി, 0 ആണ്. ഇനി നമുക്ക് ബിയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. c = -1/2 വരും. ശരിയല്ലേ? ഈ -2 എന്നുള്ളത് ഈക്വൽ സൈൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ c = -1/2 വരും. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. b = -c ആണ് വരിക. b പ്ലസ് c = 0 ആണെങ്കിൽ b = -c ആണ്. സോ c എന്ന് വെച്ചാൽ -1/2 ആണ്. ഇവിടെ ഒരു മൈനസും കൂടി ഉണ്ട്. അപ്പോൾ മൈനസും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്ത് വരും? b = 1/2 എന്ന് കിട്ടി. അപ്പോൾ 3 എണ്ണത്തിൻ്റെ വാല്യൂസ് ആയാലും a = 0, b = 1/2, c = -1/2. c എന്ന് പറയുന്നത് എങ്ങനെ കിട്ടിയത്? ഈ -2നെ നമ്മൾ ഈക്വൽ സൈൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ c = -1/2 എന്ന് കിട്ടി. ഇവിടെ b പ്ലസ് c = 0 ആയതുകൊണ്ട് b = -c ആണ്. അപ്പോൾ c എന്ന് പറയുന്നത് -1/2 ആണ്. അപ്പോൾ മൈനസും പ്ലസ് ആയിട്ട് പോയി. അപ്പോൾ 1/2 എന്ന് കിട്ടി. ഇനി ഈ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം എഴുതിയ നമ്മുടെ ഈ ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, ആദ്യം എഴുതിയ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. എങ്ങനെയാണ് വരിക? t = k × m⁴ എന്ന് വെച്ചാൽ എന്താണ്? 0 ആണ് അല്ലേ. അപ്പോൾ അതവിടെ എഴുതേണ്ട ആവശ്യമുണ്ടോ? m⁴0 എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ദെൻ l⁴b എന്ന് വെച്ചാൽ എത്രയാണെന്ന് പറഞ്ഞാൽ b = 1/2 ആണ്. സോ l⁴1/2 g⁻c എത്രയാണ്? -1/2 ആണ്. അപ്പോൾ ഇവിടെ -1/2. അപ്പോൾ ഇതൊന്ന് നമ്മൾ മാറ്റി എഴുതി നോക്കിയേ, എങ്ങനെ വരും? t = k × √l/g. ശരിയാണോ? l⁴1/2 എന്ന് പറയുമ്പോൾ റൂട്ടിനകത്ത് l വരും, മുകളിൽ വരും. g⁻−1/2 എന്ന് പറയുമ്പോൾ റൂട്ടിനകത്ത് തന്നെയാണ്, പക്ഷേ അത് ഡിവിഷൻ ഫോമിലാണ് വരിക, താഴെയായിട്ടാണ് വരിക. സോ അവർ ഇക്വേഷൻ ഈസ് t = k × √l/g എന്ന് വരും. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഫേമസ് ആയിരിക്കും. അപ്പോൾ നമ്മളത് ഡിറൈവ് ചെയ്ത രീതിയാണ്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അവ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അവയ്ക്ക് പവർ ABC എന്ന് കൊടുത്ത് നമ്മൾ 2 സൈഡിലുള്ള ഡയമെൻഷൻസിനെ ഇക്വേറ്റ് ചെയ്ത് അത് സോൾവ് ചെയ്യുക. അതിൻ്റെ പവറുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോൾ ABC ആ പവറുകളുടെ വാല്യൂ നമുക്ക് കിട്ടുകയും അത് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിൽ ഡെറിവേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസൊക്കെ എക്സാമിന് വരും. നമുക്കിപ്പോൾ ഒരെണ്ണം തന്നിട്ട് അത് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് വരും. ഇനി അടുത്തത്
ലിമിറ്റേഷൻസ് ഓഫ് ദ ഡയമെൻഷണൽ അനാലിസിസ്. ഇപ്പം നമ്മൾ 2 തരത്തിലുള്ള ആപ്ലിക്കേഷൻ കണ്ടു. ഫസ്റ്റ് വൺ ഈസ് നമുക്കൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. ഡയമെൻഷൻ 2 സൈഡിലും ഡയമെൻഷൻ ഈക്വൽ ആണോ എന്നുള്ളത് നോക്കി നമുക്ക് ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവ തമ്മിലുള്ള ബന്ധം എന്താണ്, അവ തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന രീതിയും കണ്ടു. ഇതാണ് മെയിനായിട്ട് 2 ആപ്ലിക്കേഷൻസ്. ഇതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദിസ് മെത്തേഡ് ഡസ് നോട്ട് ടെൽ എനിത്തിങ് അബൌട്ട് ദി ഡയമെൻഷൻലെസ് കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്ത ക്യാന് ഡയമെൻഷൻ ഇല്ല. ഇപ്പോൾ 1/2 അതുപോലത്തെ നമ്പറുകൾ വരുമ്പോൾ അതിന് ഡയമെൻഷൻ ഇല്ല. ആംഗിളിന് ഡയമെൻഷൻ ഇല്ല. അതുപോലത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിറൈവ് ദ റിലേഷൻ ദാറ്റ് കണ്ടെയ്ൻ മോർ ദാൻ 1 ടൈം ലൈക്ക് S=, അതായത് ഇപ്പോൾ ഇവിടെ നോക്കി നോക്കുക, നമുക്ക് ഇതുപോലത്തെ ഇക്വേഷൻസ് ഒന്നും ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവിടെ നിങ്ങൾ നോക്കി നോക്കിയേ, S=U0t എന്ന് പറയുന്ന ഒരു ടേമും ½ AT² എന്ന് പറഞ്ഞിട്ടുള്ള 2 ടേം ഇവിടെ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ ഇതുപോലത്തെ ഇക്വേഷൻ വന്നത് ഡയമെൻഷനിൽ കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതുപോലത്തെ ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇക്വേഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത ഇക്വേഷനിൽ T=K×L/G ആണ്. അപ്പോൾ അവിടെ ഒരു ടേമേ വന്നിട്ടുള്ളൂ. ഇവിടെ നോക്കി നോക്കും, ഇവിടെ U0t എന്ന് പറഞ്ഞൊരു ടേമും ½ AT² എന്നുള്ള 2 ടേമും വന്നു. അങ്ങനെ ഒന്നിലധികം ടേമുകൾ വരുന്ന ഇക്വേഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. This method fails if the relation contains more than 3 unknown quantities. ഇപ്പോൾ 3-ലേക്കാളധികം അൺനോൺ ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്കത് ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ 2 ടേം വരുന്ന കേസിലും പറ്റില്ല. 3-ലേക്കാളധികം അൺനോൺ ക്വാണ്ടിറ്റീസ്. എന്താ അൺനോൺ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ നമ്മളിവിടെ പവറിൽ ABC എടുത്തില്ലേ, അപ്പോൾ ഇതിൽ A എന്താണ്, B എന്താണ്, C എന്താണ് നമുക്ക് അറിയായിരുന്നോ? ഇല്ല, നമ്മൾ ഡിറൈവ് ചെയ്ത് ഇവിടെ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് അറിയാത്ത ക്വാണ്ടിറ്റീസ് 3-ലേക്കാളധികം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റില്ല. ദിസ് മെത്തേഡ് കനോട്ട് ബി അപ്ലൈഡ് ഇഫ് ദി റിലേഷൻ കൺസിസ്റ്റസ് ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഓർ ലോഗറിതമിക് കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ്. ഇതുപോലത്തെ ട്രിഗണോമെട്രിക്, ലോഗറിതമിക്, എക്സ്പോണൻഷ്യൽ ഇതുപോലത്തെ കേസൊന്നും വന്നു കഴിഞ്ഞാൽ അവിടെയൊന്നും നമുക്ക് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് ശരിയാണോ എന്ന് നോക്കാനോ ഡെറൈവ് ചെയ്യാനോ ഒന്നും പറ്റില്ല. There are many physical quantities with the same dimensions. It is very difficult to identify them by knowing the dimensions alone. ഇപ്പോൾ നമുക്ക് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡയമെൻഷൻ തന്നു കഴിഞ്ഞാൽ ഇത് ഏതിൻ്റെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ വർക്കിൻ്റെ കേസിൽ കണ്ടു അല്ലേ, വർക്കിൻ്റെ ഡയമെൻഷൻ ഫോർമുല നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഏതായിരുന്നു അത്? m⁻1 L⁻2 T⁻−2 ആണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഡയമെൻഷൻ ഫോർമുല തന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ഇത് എന്തിൻ്റെ ഡയമെൻഷനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഇത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡയമെൻഷൻ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? വർക്കിൻ്റെ ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? പറ്റില്ല. അത് വേണമെങ്കിൽ എനർജിയുടെ ആവാം, മൊമെൻ്റ് ഓഫ് ഫോഴ്സിൻ്റെ ആവാം, ടോർക്കിൻ്റെ ആവാം, കപ്പിളിൻ്റെ ആവാം. അപ്പോൾ എന്ത് വേണമെങ്കിലും ആവാം. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനൊരു ഡയമെൻഷൻ തന്നു കഴിഞ്ഞാൽ ഇന്ന ക്വാണ്ടിറ്റിയുടേതാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. അതാണ് അതിൻ്റെ ലിമിറ്റേഷൻ എന്നുള്ളത് പറയുന്നത്. അപ്പോൾ മെയിനായിട്ടും ഒരു 5 ലിമിറ്റേഷനാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റൻറ്റുകളെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം, 1-ലേക്കാളധികം ടേം വരികയാണെങ്കിൽ ഇതുപോലെ വരികയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. 3 അൺനോണിനേക്കാളും ABC എന്ന് പറഞ്ഞാൽ 3 അൺനോൺ ക്വാണ്ടിറ്റീസിനും കൂടുതൽ വരാൻ ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ 4-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രിക്, കോംപ്ലക്സ്, എക്സ്പോണൻഷ്യൽ, ലോഗറിതമിക് അതുപോലെ വന്ന് നമുക്ക് ഡെറൈവ് ചെയ്യാൻ പറ്റില്ല. ഈ മെത്തേഡ് അപ്ലിക്കബിൾ അല്ല. പിന്നെന്താ നമ്മൾ പറഞ്ഞത്, സെയിം ഡയമെൻഷൻസിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉള്ളത് കൊണ്ട് ഡയമെൻഷൻ മാത്രം നോക്കിക്കൊണ്ട് ഏതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ യൂണിറ്റ് 2 ഈ പാർട്ട് 6 വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഡയമെൻഷൻ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ അപ്ലിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ ഡയമെൻഷൻസ് തന്നെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു, അതിൻ്റെ ലിമിറ്റേഷൻസ് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ യൂണിറ്റ് 2 എന്ന് പറയുന്നത് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്